ഗസ വെടിനിർത്തലിന്റെ ഭാഗമായി ഇസ്രായേൽ വിട്ടയച്ച 90 ഫലസ്തീൻ തടവുകാർ വെസ്റ്റ് ബാങ്കിലെത്തിയിരിക്കുന്നു. വൻ ആഘോഷത്തോടുകൂടിയാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന തടവുകാരെ ഫലസ്തീനികൾ സ്വീകരിച്ചത്. ഹമാസ് വിട്ടയച്ച 3 ബന്ദികളും സ്വന്തം കുടുംബങ്ങൾക്കൊപ്പം എത്തി. ബി.കെ. സുഹൈൽ വിവരങ്ങൾ നൽകും. സുഹൈൽ, മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു. ഏറെ നാളായി തടവിൽ കഴിയേണ്ടി വന്നിരുന്ന ഫലസ്തീനികൾ അവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. എങ്ങനെയാണ് അവരെ ഗസയിലെ ജനങ്ങൾ സ്വീകരിച്ചതൊപ്പം ഇന്നലെ ഒരു രാത്രി വെടിവെച്ചുകളോ ആക്രമണങ്ങളോ ഇല്ലാതിരുന്ന ഒരു രാത്രിയായിരുന്നില്ലേ? ദിവ്യ, തീർച്ചയായും ഇസ്രായേലി ബന്ദികളെ 3 വനിതാ ബന്ദികളെ ഹമാസ് വിട്ടയച്ച് ഏറെ സമയം കഴിഞ്ഞ് പിന്നെയും കുറേ നേരം വൈകിപ്പിച്ചതിന് ശേഷം മാത്രമാണ്, അർദ്ധരാത്രിയോടെ കൂടി മാത്രമാണ് ഈ ഫലസ്തീനി തടവുകാരെ ഇസ്രായേൽ വിട്ടയച്ചത്. ജയിലിൽ നിന്നും അവരെ ബസ്സിലേക്ക് മാറ്റിയെങ്കിലും കുറേ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം അവരെ വെസ്റ്റ് ബാങ്കിലേക്ക് എത്തുന്നു. ആ വെസ്റ്റ് ബാങ്കിൽ ഈ 90 തടവുകാർ എത്തിയപ്പോൾ വലിയ ആഹ്ലാദ ആരവങ്ങളോടെയാണ് ഫലസ്തീനികൾ അവരെ സ്വീകരിച്ചത്. ഈ 90 ബന്ദികളും സ്ത്രീകളോ അല്ലെങ്കിൽ കുട്ടികളോ ആണ്. നമുക്കറിയാം, ഗസയിൽ നിന്നും ഹമാസ് വിട്ടയച്ച ബന്ദികളുടെ ചിത്രങ്ങളും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ വെസ്റ്റ് ബാങ്കിലെത്തിയിട്ടുള്ള 90 ഫലസ്തീനി ബന്ദികളുടെ ചിത്രങ്ങളും ഇപ്പോൾ ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ അതിൽ നമ്മൾ കാണുന്നത് 90 ഫലസ്തീനി തടവുകാർക്കും അതിക്രൂരമായ പീഡനങ്ങളാണ് ജയിലിൽ ഏൽക്കേണ്ടി വന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണോ അവർ ജയിലിലേക്ക് പോയത് അതിൽ നിന്നും വ്യത്യസ്തമായ ശരീരപ്രകൃതിയുമായി അവർ തിരിച്ചെത്തുന്നു. കൊടിയ പീഡനങ്ങൾ അവർക്ക് ഈ ജയിലിൽ അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിൻ്റെ സാക്ഷ്യമായി പുറത്തെത്തിയതിൻ്റെ ചിത്രങ്ങൾ വരുന്നു. ഏതായിരുന്നാലും ചെറിയ ചെറിയ കുറ്റങ്ങൾക്ക് വേണ്ടിയാണ്, കുറ്റങ്ങൾ ചാർത്തിക്കൊണ്ടാണ് ഈ സ്വാതന്ത്ര്യ പോരാട്ടത്തിന് വേണ്ടി ഇറങ്ങിയ സ്ത്രീകളെയും കുട്ടികളെയും ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയിരുന്നത്. അവരിൽ ചെറിയ കുട്ടികൾ വരെ ഉണ്ടായിരുന്നു. ഇസ്രായേലി സൈന്യത്തിന് നേരെ കല്ലെറിയുക അടക്കമുള്ള കുറ്റങ്ങൾ ചുമത്തിക്കൊണ്ടാണ് അവരെ ജയിലിലടച്ചിരുന്നത്. പ്രധാനപ്പെട്ട പല ഈ ചരിത്രത്തിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ട പല ആളുകളും കുട്ടികളും ഇതിൻ്റെ ഭാഗമായി, ഈ ഒരു ബന്ദി കൈമാറ്റ കരാറിൻ്റെ ഭാഗമായി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഹമാസ് 3 വനിതാ ബന്ദികളെയാണ് മോചിപ്പിച്ചത്. വളരെ ലോകം ഉറ്റുനോക്കിയ ഒരു ചിത്രമായിരുന്നു, ഒരു ദൃശ്യമായിരുന്നു അത്. ഗസ സിറ്റിയിൽ ആണ് ഈ ഒരു ബന്ദി കൈമാറ്റം നടന്നത് എന്ന് പറയുമ്പോൾ വടക്കൻ ഗസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമാണ് ഗസ സിറ്റി എന്ന് പറയുന്നത്. അവിടെയുള്ള മുഴുവൻ സ്ഥലവും ഇസ്രായേലി സേന റെയ്ഡ് നടത്തുകയും ആക്രമണങ്ങൾ നടത്തി 80% വരുന്ന കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്ത ഒരു സ്ഥലം. അതേപോലെ തന്നെ അവിടെ നിന്നും ജനങ്ങളെ മുഴുവൻ ആട്ടിപ്പായിച്ചത് ഒരാളില്ലാ മരുഭൂമിയാക്കാൻ വേണ്ടിയുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളാണ് കഴിഞ്ഞ 3 മാസമായി ഇസ്രായേൽ നടത്തിയിരുന്നത്. ഹോസ്പിറ്റലുകൾ തകർക്കുക, വെള്ളവും ഭക്ഷണവും അവിടേക്ക് തടയുക, അങ്ങനെ എല്ലാ ആളുകളും അവിടെ നിന്ന് പോവുക എന്നുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഒരു തന്ത്രം. പക്ഷേ അതേ സ്ഥലത്ത് വടക്കൻ ഗസയിലെ ഗസ സിറ്റി അടക്കമുള്ള പ്രദേശത്ത് നിന്നും ഇപ്പോൾ ബന്ദി കൈമാറ്റം നടന്നത് 100-ലധികം വരുന്ന ഹമാസിൻ്റെ അൽഖസാം ബ്രിഗേഡ് എന്ന് പറയുന്ന അവരുടെ സൈനിക ശക്തിയുടെ നടുവിലായിരുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ എന്താണ് ഹമാസ് ഇത്രയും കാലയളവിൽ എങ്ങനെയാണ് അവർ ശക്തി ആർജിച്ചത് എന്നുള്ളതിൻ്റെ കൃത്യമായ തെളിവായിരുന്നു ഇന്നലെ നടന്ന ആ ബന്ദി കൈമാറ്റം. അവർ റെഡ് ക്രോസ് സംഘത്തിനാണ് കൈമാറിയത്. പിന്നീട് ആണ് ഇസ്രായേൽ സേന അവരെ ടെലാവീവിൽ എത്തിക്കുന്നത്. അവർക്കെല്ലാം തന്നെ അവർ ആരോഗ്യപ്രദമായി തന്നെ അവരുടെ വീടുകളിലേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ മുകളിലുള്ള ആളുകൾ, അതായത് തുരങ്ക ശൃംഖലകൾക്ക് മുകളിലുള്ള ഫലസ്തീൻ ജനത ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുകയും ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹമാസ് ഈ 3 ബന്ദികളെ അവരുടെ സങ്കേതങ്ങളിൽ വളരെ കൃത്യമായി തന്നെ പരിചരിച്ചു പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും അത്ഭുതകരമായി നിലനിൽക്കുന്നു. 15 മാസത്തെ ഈ ഒളിവ് ജീവിതത്തിന് ശേഷം അല്ലെങ്കിൽ അവർ പുറത്തേക്ക് വരുമ്പോൾ അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇനിയും ബന്ദി കൈമാറ്റവും അതേപോലെ തന്നെ വെടിനിർത്തലിൻ്റെ ഭാഗമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ നടക്കും. ഇപ്പോൾ വടക്കൻ ഗസയിലേക്കടക്കം ആളുകൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വിവിധ പ്രദേശങ്ങളിൽ അഭയാർത്ഥികളായി കഴിഞ്ഞിരുന്ന 19 ലക്ഷം മനുഷ്യരാണ് 15 മാസത്തെ ഈ കൊടും ക്രൂരതകൾക്ക് ഒടുവിൽ സമാധാനത്തിൻ്റെ പുലരിയിലേക്ക് കടന്നിട്ടുള്ളത്. ഇനി 7-ാം ദിവസം വീണ്ടും 4 ബന്ദികളെ ഹമാസ് വിട്ടയക്കും. അതിന് പകരമായി 120ഓളം ഫലസ്തീൻ തടവുകാരെ ഇസ്രായേലും വിട്ടയക്കേണ്ടതുണ്ട്. ഇനി റഫ അതിർത്തി തുറക്കേണ്ടതുണ്ട്. റഫ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ഫിലാഡൽഫി ഇടനാഴി ഈജിപ്തും അതേപോലെ തന്നെ ഗസയും തമ്മിലുള്ള അതിർത്തി, ആ പ്രദേശങ്ങളിൽ നിന്ന് ഇസ്രായേലി സേന പിന്മാറേണ്ടതുണ്ട്. അടുത്ത ഘട്ടത്തിൽ എന്താണ് നടക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാൻ 16-ാമത്തെ ദിവസമാണ് ഈ മധ്യസ്ഥരുടെ നേതൃത്വത്തിൽ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള വെടിനിർത്തലിന് 2-ാം ഘട്ടവും 3-ാം ഘട്ടവും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുക. 90 ഫലസ്തീനികളെയാണ് ഇസ്രായേൽ മോചിപ്പിച്ചത്. വലിയ സ്വീകരണമാണ് അവർക്ക് ഗസയിലെ ജനങ്ങൾ ഒരുക്കിയത്. വിവരങ്ങളാണ് ബി.കെ. സുഹൈൽ നൽകിയത്.